എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ജൂലൈ 20 ധാർമ്മിക അടിസ്ഥാനം ക്രിസ്തു മതമോ അതോ നിരീശ്വരവാദമോ എന്ന വിഷയത്തിൽ ഒരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ടായി. ഞാനും ആശിഷ് ജോണും തമ്മിലായിരുന്നു ഡിബേറ്റ്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ഡിബേറ്റിനിടയിൽ ഞാൻ ഉദ്ധരിച്ച ബൈബിൾ വാക്യങ്ങൾ പലതും സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയതാണെന്നുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു. ഈ ആരോപണത്തിന് മറുപടിയായിട്ട് ഞാൻ ആ ഡിബേറ്റിനുള്ള മറുപടിയല്ല, ഈ ആരോപണത്തിന് മാത്രം മറുപടിയായിട്ട് അപ്പോൾ വായിച്ച അപ്പോൾ റെഫർ ചെയ്ത ബൈബിൾ വാക്യങ്ങളെല്ലാം പിന്നീട് വിശദീകരിച്ചുകൊണ്ട് ആ ബൈബിൾ വാക്യങ്ങൾ മാത്രം വായിക്കുകയാണ് ചെയ്തത്. അത് വായിച്ചുകൊണ്ടൊരു സീരീസ് തുടങ്ങിയിരുന്നു. അത് ധാർമ്മികത ബൈബിളിലൂടെ എന്നുള്ള ഒരു സീരീസ് തുടങ്ങിയിരുന്നു. അതിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നതാണ് അന്നത്തെ എൻ്റെ എതിർ സമ്പാദകനല്ല, എൻ്റെ സഹസമ്പാദകനായിരുന്ന ആശിഷിന് ഉള്ള മറുപടിയല്ലിത്. തീർച്ചയായിട്ടും ഞാൻ ഉദ്ധരിച്ച ബൈബിൾ വാക്യങ്ങൾ സാഹചര്യത്തിൽ നിന്ന് മാറ്റിയതല്ല എന്ന് കാണിക്കാൻ, എന്ന് ഉള്ള സത്യം വെളിവാക്കാൻ വേണ്ടി മാത്രമുള്ള ആ ബൈബിൾ വാക്യങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം മാത്രമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 3ാം ഭാഗമാണിത്. നമ്മൾ അത് വിഷയത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. എങ്കിലും അതിനു മുമ്പായിട്ട് ഈ ഡിബേറ്റിലും, അത് ഡിബേറ്റിൻ്റെ ലിങ്കിലും അതുപോലെ ഞാൻ ചെയ്ത ഈ വിഷയങ്ങൾ, അതായത് ഈ 2 വീഡിയോയിലും എക്സ്പ്ലനേഷൻ ചെയ്ത വീഡിയോയിലും ഒക്കെ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ എടുക്കുന്നത്. ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പ്രശംസിച്ചുകൊണ്ടിരുന്ന, തീർച്ചയായിട്ടും അതിനെല്ലാം നന്ദിയുണ്ട്. എൻ്റെ എല്ലാ ആശംസകൾക്കും എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദിയുണ്ട്. പക്ഷേ അതിവിടെ എടുക്കുന്നില്ല, കാരണം നമുക്ക് മറുപടി പറയാനൊന്നുമില്ല അതിൻ്റെ അത്. അതുപോലെ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതായത് അറിയാലോ, അപ്പം അതായത് നമ്മളെ ഒരിക്കലും ഈ വിഷയത്തിൽ നിന്നല്ല നമ്മളെ വ്യക്തിയാധിക്ഷേപം അങ്ങനെ നടത്തുന്ന സംഭവങ്ങൾ ഇവിടെ എടുക്കുന്നില്ല. പകരം കൺസ്ട്രക്റ്റീവായിട്ട് ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് എന്നെ വിമർശിച്ചിട്ടുള്ള ചില വിമർശനങ്ങൾ എടുക്കുകയും അതിൻ്റെ ഒരു 9 ചോദ്യങ്ങൾ, ഞാൻ തിരഞ്ഞെടുത്ത ഒരു 9 ചോദ്യങ്ങൾ എടുത്തിട്ട് അതിനുള്ള മറുപടി പറയുന്ന, അല്ലെങ്കിൽ ഈ ഡിബേറ്റിലും അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുള്ള ഒരു 9 ചോദ്യം, തിരഞ്ഞെടുത്തൊരു 9 ചോദ്യത്തിന് മറുപടിയാണ് ഈ എപ്പിസോഡ്. ഇനിയുള്ള തുടർന്ന് ഈ വിഷയം വീണ്ടും ബൈബിൾ വാക്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിലോട്ട് പോകുമെന്ന് പറയുന്നു. അപ്പം നമുക്ക് ആദ്യം ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം പറയണമെന്ന് തോന്നിയ ചില ചോദ്യങ്ങളാണിത്. ആദ്യത്തെ ചോദ്യം അത് വർഗീസ് ജോർജിൻ്റെയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: തൻ്റെ മക്കളെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് വിവാഹം കഴിപ്പിക്കുമോ? കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് നശിക്കാനാണോ അതോ നന്നാക്കാനാണോ? ദൈവം പറഞ്ഞനുസരിക്കുക. ഇതാണ് ഒരു കമൻറ്റ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പോർഷൻ ഇതാണ്: അതായത് ഞാൻ എൻ്റെ മക്കളെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് വിവാഹം കഴിപ്പിക്കുമോ? ഒരു മതപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിൽ നിന്നുള്ള ചോദ്യം എന്നുള്ളതല്ലാതെ ഇതിന് വലിയൊരു മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർ വ്യക്തികളാണ്. ഞാനവരെ വിവാഹം കഴിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവർ വിവാഹം കഴിക്കുകയാണ്. അത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ലിവിങ് ടൂതറോ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. അപ്പോൾ അവർ മറ്റൊരു വ്യക്തിനെ ഇന്നത് ചെയ്യിക്കുക എന്നുള്ള ഒരു സംരംഭത്തിലേക്ക് ഞാൻ കിടക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയത്തില്ല. ബൈബിളിലെ അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ യഹോവ ഒഴികെ, ക്രിസ്തു ഒഴികെയുള്ള ദൈവങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഒരു ദൈവവും ഇല്ല. അപ്പോൾ എല്ലാവരും അന്യദൈവങ്ങളായിരിക്കും, അതെനിക്ക് ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ സെലക്ഷനാണ്. നമ്മൾ വിവാഹം കഴിപ്പിക്കുകയൊന്നുമല്ല. പിന്നെ നമ്മളോട് ചില അഭിപ്രായം ചോദിച്ചാൽ മറ്റാർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ അവർക്ക് അഭിപ്രായം പറയുമെന്നുള്ളതല്ലാതെ തികച്ച സ്വകാര്യമായ, വ്യക്തിയുടെ തികച്ച സ്വകാര്യമായ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തീർച്ചയായിട്ടും താല്പര്യമില്ല. അത് വ്യക്തിപരമായ ചോദ്യം കൂടിയാണ്. അടുത്തത് ഈ വിഷയത്തിലേക്ക് വന്നിട്ടുള്ള ചോദ്യം, ആ ചോദ്യം കാരണമാണ് ഞാനിത് എടുത്തത് കേട്ടോ. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് നശിക്കാനാണോ അതോ നന്നാക്കാനാണോ? ദൈവം പറഞ്ഞനുസരിക്കാം. അതായത് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും, വിശ്വാസപരമായിട്ടുള്ള അല്ലെങ്കിൽ ബൈബിൾ കൺസെപ്റ്റ് അനുസരിച്ച്. അപ്പോൾ ആ മക്കളെ ദൈവം ശിക്ഷിക്കുന്നത് നശിക്കാനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൈവം പറഞ്ഞാൽ അനുസരിച്ചാൽ മതി എന്നുള്ളത്. ഈ ഉപമ ഒരു നല്ല ഉപമയാണ്. അച്ഛൻ മക്കളെ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്നേഹനിധിയായ പിതാവ് തൻ്റെ മക്കളെ നോക്കുന്ന പോലെ ദൈവം നമ്മളെ നോക്കുന്നു. നമുക്ക് ആലോചിക്കാനും അല്ലെങ്കിൽ സങ്കല്പിക്കാനും ഒക്കെ വളരെ നല്ല ഒരു കാര്യമാണിത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഇതുപോലെ വഴക്ക് പറയുന്നു, ഓക്കെ, കുഴപ്പമില്ല. അതൊരു കിണറിൻ്റെ കരയിലേക്ക് പോകുന്നു, ആ കിണറ്റി വീഴുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അത് അവനൊരു ശിക്ഷയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റാതിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ ഇപ്പോൾ ദൈവമാണെങ്കിൽ തന്നെ ഇതുപോലെ ഞാൻ ഉദ്ധരിച്ച ഒരു ബൈബിൾ വാക്യം വെച്ച് പറയാം. അതായത് ജഫ്തായുടെ മകളുടെ കാര്യം. ദൈവത്തിന് ജഫ്ത ഒരു നേർച്ച നേർന്നു: ഞാൻ ഇതിൽ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ ആദ്യം കാണുന്ന ആളെ അങ്ങേക്ക് ബലിയർപ്പിച്ചോളാം. അവിടെ ചെന്നപ്പോൾ മകളെ കണ്ടു, മകളെ ബലിയർപ്പിക്കണം ദൈവത്തിന്. മകളെ ബലിയർപ്പിക്കാന്ന് പറഞ്ഞാൽ കൊല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ജഫ്ത ഒരു നേർച്ച നേർന്നപ്പം ശരി, അവൻ ബലിയർപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനം വരെ വേണം നോക്കിയിരിക്കും. പക്ഷെ അവസാനം ആകുമ്പോൾ അതങ്ങനെയല്ല. ഇസാക്കിനെ രക്ഷിച്ച പോലെ ദൈവം രക്ഷിക്കല്ലേ? അല്ലെ നിങ്ങളാണ് രക്ഷിക്കല്ലേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾ വേറൊരു മനുഷ്യനെ ബലിയർപ്പിക്കുന്ന, അല്ലെ അവരുടെ മക്കളെ ബലിയർപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ രക്ഷിക്കുമോ? ഇല്ലേ? അതാണ്. അതായത്
ആ ഒരു കമ്പാരിസൺ തെറ്റാണെന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്ന പോലെ ദൈവം മനുഷ്യനെ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം തെളിവുകൾ അതിനെതിരാണ്. അച്ഛൻ മക്കളെ വഴക്ക് പറഞ്ഞാലും ശിക്ഷിച്ചാലും അത് കാരണം അവൻ വലിയൊരു അപകടത്തിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ രക്ഷിക്കും. അത് ഒരു ഉദാഹരണം കൂടെ ഞാനിവിടെ ഈ സംവാദത്തിൽ തന്നെ ഉപയോഗിച്ച മറ്റൊരു ഉദാഹരണമാണ് ഗോവിന്ദസ്വാമിയുടെ ഉദാഹരണം. ഗോവിന്ദസ്വാമി പോയിട്ട് ഒരു പെൺകുട്ടിയെ, ഒരു അബലയായ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി എന്ന് വിചാരിച്ചായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം ഓക്കെ, അവൾ ഇനി അവൾ ചിലപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാക്കി വന്നതായിരിക്കും, അപ്പോൾ അവൾക്ക് ശിക്ഷയായിരിക്കും. അതായിരിക്കും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലെ പോട്ടെ, ഗോവിന്ദസ്വാമിയുടെ കേസിൽ ഏതെങ്കിലും കേസ് അവൾ പണ്ടൊക്കെ ചെയ്ത ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ ശിക്ഷയാണ് ഒന്ന് പറഞ്ഞ് ദൈവം ദൈവം അങ്ങനെ തീരുമാനിച്ചു തന്നെ വെക്കുക. പക്ഷേ ഈ ഒരു അപകട സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഭീതി അവൾക്ക് ജനിപ്പിക്കുന്നത് കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഈ റേപ്പിന് തൊട്ട് മുമ്പ് ദൈവം രക്ഷിക്കില്ലേ? അല്ല അത്ര ക്രൂരമായ റേപ്പിന് വിട്ടുകൊടുക്കുമോ? എന്തെങ്കിലും ഒരു അനുസരണക്കേടോ എന്തെങ്കിലും കാണിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അല്ലെ അച്ഛന് ഒരു അപ്പൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അപ്പൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണിച്ച് നമ്മളത് പേടിപ്പിക്കാം. പക്ഷേ ക്രൂരമായ റേപ്പിന് വിധേയമാകുന്നതിന് മുമ്പ് ദൈവത്തിന് സർവശക്തനാണ്, സർവ്വജ്ഞാനിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം ദൈവം അറിയും. ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നതെല്ലാം ദൈവം അറിയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ്. കെട്ടിലേക്ക് വീഴാൻ പോകുന്ന മകൻ, അവൻ വീഴുന്നത് ദൈവത്തിന് അറിയാം. ഗോവിന്ദസ്വാമി റേപ്പ് ചെയ്യാൻ പോകുന്നത്, ആ കുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് ദൈവത്തിന് നേരത്തെ അറിയാം. ജഫ്ത കൊല്ലുന്നത് ദൈവത്തിന് നേരത്തെ അറിയാം. അപ്പോൾ ദൈവം ചാടി രക്ഷിക്കുകയല്ലേ? നമ്മൾ രക്ഷിക്കുകയല്ലേ? നമുക്കങ്ങനെ അറിയാമെങ്കിൽ നമ്മൾ രക്ഷിക്കുകയല്ലേ? അറിയത്തില്ലേ പോലും നമ്മൾ രക്ഷിക്കില്ലേ? അതായത് ഒരച്ഛൻ തൻ്റെ മക്കളെ ശിക്ഷിക്കുകയോ എന്ത് ചെയ്താലും അച്ഛൻ ഒരു അപകടം വരുമെന്ന് പറയുമ്പോൾ രക്ഷിക്കും. അങ്ങനെ അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യണം, ദൈവം അങ്ങനെ ചെയ്യണം. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ദൈവം ഇത് ചെയ്തില്ല. അതുകൊണ്ട് ഈ കമ്പാരിസൺ തന്നെ തെറ്റാണ്. ദൈവം രക്ഷിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നത് അനുസരിച്ച് നോക്കി ഇരിക്കാനും പറ്റത്തില്ല. അതാണ് എൻ്റെ അത് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം ശൈലേഷ് കുമാറിൻ്റെയാണ്. വാട്ട് ധർമ്മ ഫോർ ഐസക് ക്രിസ്ത്യൻ ഹു അപ്രോപ്രിയേറ്റ്സ് ഹിന്ദു നെയിം അനൂപ് യൂസിങ് പ്രോക്സി വാർ അഗേൻസ്റ്റ് ഇന്ത്യ? വന്ദേ മാതരം. ഇപ്പം ഇത്രയും കാലം എൻ്റെ പേര് മാറ്റാത്ത എന്നാന്ന് പലരും ചോദിക്കാറുണ്ട്. ഐസക് എന്നുള്ള പേര് എന്താ നിങ്ങൾക്ക് മാറ്റിക്കൂടെ? അത് ക്രിസ്ത്യാനികളുടെ പേരാണെന്ന് പോലും. ഇപ്പോൾ അനൂപ് ഹിന്ദുക്കളുടെ പേരാണ്, അത് മാറ്റണം. ഇപ്പോൾ ഈ മതങ്ങളുടെ എല്ലാം പേര് മാറ്റി കഴിഞ്ഞാൽ ഞാനൊക്കെ എന്ത് പേരിടും? അതായത് എല്ലാ പേരും മതങ്ങൾ വീതിച്ചെടുത്താണ്. ഇനി മറ്റൊരു കാര്യം നോക്കി, ഈ ഐസക് എന്നുള്ളത് ക്രിസ്ത്യൻ പേരാണോ? ഐസക് എന്നുള്ളത് എവിടെ? ഐസക് എന്നുള്ളത് അബ്രാഹത്തിൻ്റെ മകൻ. അപ്പോൾ ബൈബിൾ നോക്കിയാൽ പോലും അത് ക്രിസ്ത്യൻ പേരല്ലാന്ന് കണ്ടെത്താൻ സാധിക്കും. കാരണം ക്രിസ്തു ജനിക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പൂർവ്വത അബ്രാഹത്തിൻ്റെ മകനുള്ള പേരാണ് ഇസഹാക്ക് അല്ലെങ്കിൽ ഐസക് എന്നുള്ള പേര്. അത് അന്നത്തെ ജൂതമതത്തിലെ പേരാണ്. ഇനി ജൂതമതത്തിലെ പേരാണോ എന്ന് വെച്ചാൽ അതുമല്ല, അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നൊരു പേരാണ്. അല്ല, ഇതൊക്കെ മതങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഇത് ഐസക് എന്നുള്ള ക്രിസ്ത്യൻ പേരാണെന്ന് പറയുന്നത് എനിക്കറിയില്ല. അതുപോലെ അനൂപ് എന്നുള്ളത് ഹിന്ദു പേര്. ഹിന്ദു ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇത്തരം പേരുകളൊക്കെ ഇവിടെ ഉണ്ടാവാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല പേരുകളും ഉണ്ടാവാം. അപ്പോൾ പേരുകളെല്ലാം കൂടെ മതങ്ങൾ വീതം വെച്ചിട്ട് മതവിശ്വാസം ഇല്ലാത്തവൻ ഒരു പേര് വിടാതെ ജീവിക്കാൻ പറ്റൂ. അവനെ ഞാൻ തിരിച്ചറിയട്ടെ. അപ്പോൾ അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യമാണ്. ഇത് ചോദിച്ചിരിക്കുന്ന ആളുടെ പേര് ഇമെയിൽ ഐ ഡിയാണ് കിടക്കുന്നുള്ളൂ. ഓക്കെ, ചോദ്യം ഇതാണ്. ഈ പൊട്ടത്തരം മുഴുവൻ താൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ചാച്ചനും അമ്മച്ചിയും പഠിപ്പിച്ചതാവാനേ വഴിയുള്ളൂ. ഞങ്ങളെല്ലാം അന്യമതസ്ഥർ തരുന്ന പ്രസാദമെല്ലാം സന്തോഷത്തോടെ തന്നില്ലേ പോലും മേടിച്ച് കഴിക്കുന്നവരാണ്. ഓരോരോ കുത്തിത്തിരിപ്പായിട്ട് ഇറക്കണം. അതായത് ഈ അന്യ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം, അരവണ പോലെ ഉള്ള ഭക്ഷണം കഴിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ഭൂഷണമല്ല എന്ന് പറയുന്ന വചനം ഞാൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ പുറത്തോട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കുന്ന ഭൂഷണമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷേ കഴിക്കാത്ത ഒത്തിരി പേരുണ്ട്. രണ്ടാമത്തെ കാര്യം, വചനം ഞാൻ കൃത്യമായിട്ട് വായിച്ചിരുന്നു. ആ എപ്പിസോഡിൽ അത് വായിച്ച് നോക്കിയാൽ മതി. കഴിക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് കഴിച്ചാൽ പോലും നാളെ നിങ്ങൾ ആ വചനം പഠിക്കുകയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളത് കഴിക്കാതിരിക്കും. അപ്പോൾ അവരിൽ നിന്നൊരു അകൽച്ച ഉണ്ടാവും. അത് അത്രയും ഞാൻ അതിനകത്ത് പറഞ്ഞുള്ളൂ. ആ വചനം കൃത്യമാണ്. എല്ലാ വചനവും എഴുതി കാണിച്ചാണ് വായിച്ചത്. ഇനി ആ വചനം ആവർത്തിക്കുന്നില്ല. പിന്നെ ഈ പൊട്ടത്തരം മുഴുവൻ താൻ പഠിച്ച് ഈ പൊട്ടത്തരാണെന്ന് എനിക്കറിയാം. ഞാനല്ല പറഞ്ഞത് കേട്ടോ പൊട്ടത്തരാണെന്ന്. കാരണം ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ധാർമ്മികതയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ ദൈവം തന്ന ധാർമ്മികതയായിട്ട് കാണുമ്പോൾ മാത്രമാണ് ഈ ഡിബേറ്റിന് സാധ്യത വരുന്നത്. അതെല്ലാം ഞാൻ ഓൾറെഡി വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൊട്ടത്തരം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. പൊട്ടത്തരം മുഴുവൻ താൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് തൻ്റെ ചാച്ചനും അമ്മച്ചിയാവാനേ വഴിയുള്ളൂ. അവരങ്ങനെ പഠിപ്പിച്ചില്ല. അവരങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഡിബേറ്റ് വരില്ലായിരുന്നു. കാരണം അപ്പം തന്നെ ഞാൻ മതം വിട്ടാൻ. ഞാൻ മതം ശരിയാണെന്ന് വിചാരിച്ചൊരു
17-18 വയസ്സ് വരെ പഠിച്ചതിൻ്റെ റിസൾട്ടിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി പിന്നെ ഡിബേറ്റ് പോലുള്ള കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് വരികയും അത് അവസാനം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തത്. ചെറുപ്പത്തിൽ തന്നെ ഇത് കാര്യമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മളിത് പഠിക്കാൻ പോലും പോകത്തില്ല. അതുകൊണ്ട് അവരല്ല പഠിപ്പിച്ച്, പക്ഷെ അവർ അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത് പൊട്ടത്തരമാണ് എന്ന്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്ന്, അല്ലെങ്കിൽ ഒരു കാലഘട്ടം മാറിയപ്പോൾ ഉപയോഗമില്ലാത്തതായിരുന്നു എന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഞാൻ ഇത് പഠിക്കാൻ പോലും പോവില്ലായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഡിബേറ്റുകൾക്ക് ഞാൻ കാണില്ലായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത് ബെൻജോ സെബാസ്റ്റ്യൻ. അദ്ദേഹം പറയുന്നത്, മാത്രമല്ല വിജാതീയരെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവാനെന്നും പറയപ്പെട്ടിരിക്കുന്നു. സമസ്ത വിജാതീയരെ കർത്താവിനെ സ്തുതിക്കുവാൻ സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ എന്ന് മറ്റൊരിടത്തും പറയുന്നു. റോമ 15:10-11. ഇത് വിജാതീയരെ പറ്റി ഞാൻ നടത്തിയ ഒരു എക്സ്പ്ലനേഷൻ, ബൈബിൾ വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥലത്ത് ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമാണ്. അതായത് വിജാതീയരെ കൊല്ലാനും മറ്റും പറയുന്നതിന് അങ്ങനെയല്ല ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് വായിച്ച് നോക്കിയാൽ എൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വിജാതീയരെ, അതുപോലെ തന്നെ അതിൻ്റെ അത് പറയുന്നുണ്ട് സീറോ ഫെനീഷ്യൻ, മറ്റൊരു വംശത്തിൽപ്പെട്ട സ്ത്രീയെ നായോട് ക്രിസ്തു ഉപയോഗിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നതാണിത്. അപ്പോൾ വായിച്ച് നോക്കാം. മാത്രമല്ല വിജാതീയരെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുമെന്ന്, അതായത് വിജാതീയരെ ക്രിസ്തുവിനെ ജനത്തോടൊത്ത് ആനന്ദിക്കുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരെ മാറ്റി നിർത്തുമല്ല, ശരിയാ. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നതിന് സമസ്ത വിജാതീയരെ കർത്താവിനെ സ്തുതിക്കണം. ആരെ സ്തുതിക്കണം? കർത്താവിനെ സ്തുതിക്കുവിൻ. ഇവിടെ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും അല്ലെ മറ്റു ബുദ്ധന്മാരോടും ഒക്കെ, ബുദ്ധമതക്കാരോടൊക്കെ നമ്മൾ പറയാം കർത്താവിനെ സ്തുതിക്കുവിൻ. അവരൊന്ന് കർത്താവിനെ സ്തുതിച്ചാൽ കുഴപ്പമില്ല. അതല്ലേ ഫാസിസം, അല്ലെ അതല്ലേ ടെററിസം, തീവ്രവാദം നമ്മൾ പറയുന്നത് അതാണ്. സമസ്ത വിജാതീയരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കാണ് കർത്താവിനെ സ്തുതിക്കുവിൻ, സമസ്ത ജനങ്ങൾ അവിടുത്തെ സ്തുതിക്കട്ടെ എന്ന് മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു. അത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാം. എല്ലാവരും ക്രിസ്ത്യാനികളായി ഇവിടെ ഒരു കുഴപ്പമില്ലെന്നേ, അത് തന്നെ ക്രിസ്തു എന്ന് പറയുന്നത്. അതാണ് തീവ്രവാദം, അത്രയും ഞാനും പറയുന്നുള്ളൂ. അടുത്ത് അനൂപ് എത്ര വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇത് എനിക്കൊരു കോംപ്ലിമെൻ്റ് ആണെങ്കിലും ഇതിൻ്റെ അതൊരു ചോദ്യം ഉള്ളതുകൊണ്ട് ജോസഫ് തോമസ് അതിന് എന്താണ് നന്ദി പറയുന്നു. ചോദ്യം ഉള്ളതുകൊണ്ട് മാത്രം എടുത്താണ്. എത്ര വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു, കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അനൂപ് പറഞ്ഞത്. ഈ മതാത്മക സമൂഹത്തിൽ, ഇതാണ് എൻ്റെ ചോദ്യം, ഇനിയും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് പല ആൾക്കാരും ഇതേ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് കഷ്ടം. ചിലർ പറയുന്നുണ്ട് എന്തിനാണ് ഈ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഡിബേറ്റ് നടത്തുമ്പോൾ നിങ്ങൾ വല്ല ക്വാണ്ടം തിയറിയെ പറ്റി ഡിബേറ്റ് നടത്തിക്കൂടെ, അല്ല റിലേറ്റിവിറ്റി തിയറിനെ പറ്റി ഡിബേറ്റ് നടത്തിക്കൂടെ? എന്തിനാണ് ഈ മതത്തെപ്പറ്റി ഡിബേറ്റ് നടത്തുന്നത്? വേറൊന്നുമല്ല, മതത്തിൽ വിശ്വസിക്കുന്നതാണ് ഇന്ന് ഭൂരിഭാഗം നമ്മുടെ സമൂഹത്തിൽ. ഇതിപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊന്നും പോയിട്ട് ഇങ്ങനെ ഡിബേറ്റ് നടത്തേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, മതത്തിന് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇത് ചെയ്തത്. അതില്ലാതാക്കി കഴിഞ്ഞാൽ ഈ നിരീശ്വരവാദത്തിന് പിന്നെ പ്രാധാന്യമില്ല, അല്ലെങ്കിൽ യുക്തിവാദത്തിന് പ്രാധാന്യമില്ല, ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് പ്രാധാന്യമില്ല. തീർച്ചയായിട്ടും അത് പ്രാധാന്യം ഇല്ലാതാകണം. ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് പ്രാധാന്യം ഇല്ലാതാകണം എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന വീഡിയോകൾ കൂടിയാണിത്. അടുത്തത് ഷിനോജ്. അയാൾക്ക് ഒന്നാമത് മലയാളം കറക്റ്റായി പറയാൻ കഴിയുന്നില്ല, വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. നല്ല അറിവുള്ള വ്യക്തി തന്നെയാണ് അയാൾ ബൈബിളിനെ കുറിച്ച്. ഇത് ആശിഷിനെ പറ്റി പറയുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ആശിഷിന് മലയാളം അറിയത്തില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോയിന്റ്സ് പറയാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് നിങ്ങൾ കാണണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് മലയാളം എന്ന് വെച്ചാൽ മലയാളം ഡിബേറ്റാണ്. ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മലയാളം ഡിബേറ്റിൽ ആശിഷ് വളരെ മനോഹരമായിട്ട് തന്നെ മലയാളം പറയുന്നുണ്ട്, നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറവ് കൊണ്ടല്ല, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം പിടിക്കുന്ന ആ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ കുറവ് കൊണ്ടുമല്ല, അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലെ ആശയം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ നൂറ്റാണ്ടുകൾ പഴകിയ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വരുന്നതാണ് മാത്രമാണ്. അല്ല അദ്ദേഹത്തിൻ്റെ കഴിവിലോ അദ്ദേഹത്തിൻ്റെ മലയാളത്തിൻ്റെ കഴിവിലോ ഒന്നും ഒരു സന്ദേഹവുമില്ല. അത് ഒരു രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് അദ്ദേഹമല്ല കേട്ടോ. ഇത് ഈ കമൻറ്റ് പറഞ്ഞ ആൾ ഒരു പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതാണ്. ഞാൻ ഇടയ്ക്ക് എന്നെക്കാളും നല്ല ഡിബേറ്ററാണെന്ന് ഞാൻ ഡിബേറ്റ് വെച്ച് തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവോ അദ്ദേഹത്തിന് മലയാളം മാത്രമല്ല, ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി വായിച്ചു കൊടുക്കണമെന്ന് മോഡറേറ്ററോട് പറഞ്ഞിരുന്നു. കാരണം ഒരു എത്തീസ്റ്റ് ഗ്രൂപ്പിലാണ് നടക്കുന്നത്, എത്തീസ്റ്റ് വേദിയിലാണ് നടക്കുന്നത്. അപ്പം എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യങ്ങൾ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴാണ് ഞാൻ വായിച്ചത്. കാരണം രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വേണം എന്ന് കരുതിക്കൊണ്ട്, അതുകൊണ്ട് അതെല്ലാം വളരെ മാന്യമായിട്ട് തന്നെ നടത്തിയതാണ് വിശ്വാസം. അല്ലാതെ അങ്ങനെയൊരു ന്യൂനത ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കുട്ടികളോട് വരെ പറഞ്ഞു. കാരണം ആശിഷിനെക്കാളും മലയാളം അറിയാൻ മേലാത്ത
എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നീ ഡിബേറ്റ് കേൾക്കണം, എൻ്റെ വാദങ്ങൾ കേൾക്കാനല്ല, എൻ്റെ സഹസംവാദകൻ്റെ മലയാളം കേൾക്കാൻ വേണ്ടിയാണ്. നിന്നെ പോലെ മലയാളം പഠിക്കാത്ത ആളാണ്, പക്ഷേ നല്ലതായിട്ട് ആ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് മലയാളം പഠിക്കാത്ത ഒരാൾ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കുറച്ച് അങ്ങനെ ഒരു വൊക്കാബുലറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയല്ലേ ചെയ്തതാണ്. കാരണം എനിക്ക് അത്ര നല്ല മലയാളം പഠിക്കാത്ത ഒരാളത് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അത് ഒരു കുഴപ്പമില്ലാതെ, അതൊന്നും ഈ ഡിബേറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്തത് അനുപമ പറഞ്ഞ ആഷറല്ല കേട്ടോ, ആശിഷാണ്. ഞാൻ ആഷറുമായിട്ട് നേരത്തെ സംവാദം നടത്തിയിരുന്നു. ആശിഷാണ്. ആശിഷ് എങ്ങനെ ആണ് ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയാകുന്നത്? പുള്ളി പെന്തക്കോസ്തുകാരുടെ പ്രതിനിധിയല്ലേ? ഇതിൻ്റെ താഴെ തന്നെ വേറെ ഒരു കമൻ്റ് ഉണ്ട്. ഞാൻ എങ്ങനെയാണ് കത്തോലിക്ക മതത്തിൽ നിന്ന് വിട്ട ഞാൻ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ എതിർക്കാൻ സാധിക്കുന്നത്? അതുപോലെ കത്തോലിക്ക വിശ്വാസം, ഞാൻ വിമർശിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തെയാണ്. കത്തോലിക്ക വിശ്വാസത്തെ ക്രിസ്തു മതത്തിൻ്റെ പ്രതിനിധിയാകാൻ കാണാം. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ഈ ബ്രാഞ്ചസ് ഉള്ള ഒരു മതമാണ് ക്രിസ്തു മതം. അതിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും പെന്തിക്കോസ്, യാക്കോബായ, കാത്തലിക്ക്, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത് പരസ്പരം വിശ്വാസപരമായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യത്തിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ് ഒരാൾ പറയുന്ന ആശയങ്ങൾ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ രണ്ട് വശം തന്നു അയാളെങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ക്രിസ്ത്യാനികളുടെ പ്രതിനിധി ഇല്ല, മനസ്സിലല്ലേ? അങ്ങനെ ക്രിസ്ത്യാനികളുടെ പ്രതിനിധി നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. മാത്രമല്ല കത്തോലിക്കരോ ആയിട്ടുള്ള ആൾക്കാരോടും ഈവൻ അവരുടെ പ്രീസ്റ്റുകളോടൊക്കെ നമ്മൾ അസോസിയേഷൻ്റെ ലെവലിൽ അല്ലെ സംഘടനയുടെ ലെവലിൽ നമ്മൾ ആവശ്യപ്പെട്ടതാണ്, വരാമോ എന്ന് ചോദിച്ചതാണ്. സ്റ്റിൽ അവർ വന്നില്ല. അങ്ങനെ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നവരുമായിട്ട് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊക്കെ ആശിഷിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ബൈബിൾ തന്നെയാണ്, അത് ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഡിബേറ്റ് ചെയ്തത്. ഇനി ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്തു മതാശയങ്ങൾ ബൈബിൾ പരമായിട്ട് പറയാനുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും 13 ചാനലുമായിട്ടും ബന്ധപ്പെടുക. അടുത്തത് ഇച്ചിരി വലിയ കമൻറ്റാണ്. ആശിഷ് സൂപ്പർ. ബാലിശമായ എക്സാമ്പിൾസ് പറയുന്നു. മറ്റുള്ളവർ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അങ്ങനെ നീ മറ്റുള്ളവരോട് ചെയ്യുക. എത്ര വലിയ മെസ്സേജാണിത്. ഇത് അപ്പന് സൈക്കിൾ വാങ്ങി കൊടുക്കണമോ എന്ന അർത്ഥശൂന്യമായ എതിർവാദത്തിൽ നിർത്തി. അത് കൃത്യമായിട്ട് ഞാൻ ആ വാദം അവിടെ പറഞ്ഞതാണ്. അതിന് എതിർവാദത്തിൽ നിർത്തി എന്ന് പറഞ്ഞതിനെ തഴഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എന്താണത് അർത്ഥശൂന്യമായതെന്ന് പറയാത്തത് കൊണ്ട് തന്നെ അതിനിപ്പോൾ മറുപടി പറയാൻ പറ്റില്ല. അതിൻ്റെ താഴെയുള്ള വാക്യം. അതുപോലെ യേശു സ്ത്രീയെ നായ എന്ന് വിളിച്ചു പോലും. നെക്സ്റ്റ് വരികളിൽ എപ്രകാരം ആ സ്ത്രീയുടെ അപേക്ഷ യേശു സ്വീകരിച്ച് അവൾക്ക് ആശ്വാസം നൽകിയെന്നുണ്ട്. അത് കാണുന്നില്ലേ? യേശുവിനെ പോലെ ഉത്തമനായ മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാമോ? അനൂപിനോ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പോൾ ആദ്യം ഇതിലേക്ക് വരാം. യേശു സ്ത്രീയെ നായ എന്ന് വിളിച്ചു. സീറോഫെനീഷ്യൻ വംശത്തിൽപ്പെട്ട സ്ത്രീ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നതാണ്. വന്ന് രോഗസൗഖ്യം ചോദിച്ചു, അവരുടെ ബന്ധുവിന് വേണ്ടി രോഗസൗഖ്യം ചോദിച്ചു. അപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, മക്കൾക്ക് വെച്ചത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽക്കാരാണ് മക്കൾ, അന്യവംശത്തിൽപ്പെട്ട സീറോഫെനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു നായ്ക്കളാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിച്ച് തൃപ്തരാകുന്നില്ലേ എന്ന് ആ സ്ത്രീ ചോദിക്കുക. അപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, അതിൽ സംപ്രീതനായിട്ട് ക്രിസ്തു ആ രോഗസൗഖ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വാക്കിൻ്റെ അർത്ഥം എന്നാണ്? നായ്ക്കളും യജമാനൻ്റെ മേശയിൽ, നായെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയണം, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് ഉള്ള അപകർഷങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ നായയാണ്, എനിക്ക് നായയുടെ പ്രിവിലേജെങ്കിലും തരൂ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ ക്രിസ്തു സംതൃപ്തനായിട്ട് രോഗസൗഖ്യം കൊടുക്കുന്നതായിട്ടാണ്. അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് ഞാനതിൽ വിവരിച്ചാണ്. അതിനെപ്പറ്റി കൂടുതലൊന്നും ഇനി പറയുന്നില്ല. അത് ബൈബിൾ വാക്യങ്ങളിലൂടെ പോയാൽ നായയാണ് അല്ല യജമാനൻ്റെ മേശയിൽ നിന്ന് നായകൾ ഭക്ഷിച്ച് തൃപ്തരാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു രോഗസൗഖ്യം കൊടുക്കുകയാണ് ചെയ്തത്. കൊടുത്തു. അതെന്താ ഇങ്ങനെ ഈ ഒരു വരി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രോഗസൗഖ്യം കൊടുത്തത്. അത് നമ്മുടെ ഇന്നത്തെ ഒരു സംസ്കാരമായിട്ടോ ഇന്നത്തെ രീതിയായിട്ടോ ഒന്നും നമുക്ക് അതിനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാവും. യേശുവിനെ പോലെ ഉത്തമനായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇത് മോളി മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് പറഞ്ഞത്. ഞാൻ യേശുവിനേക്കാൾ ഉത്തമയായ ഒരു വ്യക്തി ഞാൻ ചൂണ്ടിക്കാണിക്കുക, അത് മോളി മാത്യു, നിങ്ങൾ തന്നെയാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം എന്താ വെച്ചാൽ എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ തന്നെയാണ് ഞാൻ പറയാം. കാരണം നിങ്ങൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളോ മറ്റൊരു വംശത്തിൽപ്പെട്ട ഒരാളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ നായയോട് ഉപമിക്കുമോ? യേശു അത് ഉപമിച്ചു. നിങ്ങൾ ഉപമിക്കുമോ? മക്കൾക്ക് നിങ്ങളോടൊരു സഹായം ചോദിക്കണം. അപ്പോൾ മക്കൾക്ക് വെച്ചത് നിങ്ങളോടൊരു ഇച്ചിരി ആഹാരം ചോദിക്കണം. നിങ്ങൾക്ക് അതേ കൊടുക്കാൻ പറ്റുള്ളൂ. രോഗശാന്തി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മക്കൾക്ക് വെച്ചത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് നിങ്ങൾ പറയുമോ? അവരെ നായയായിട്ട് ഉപയോഗിക്കുമോ? നിങ്ങൾ ചെയ്യില്ല.
നിങ്ങൾ ചെയ്യില്ല. പിന്നെ യേശുവിനെ കുറ്റം പറയുന്നില്ല, കാരണം യേശു അന്നത്തെ ഒരു രീതിയിൽ നിന്ന് പറഞ്ഞു ഇത് എക്കാലത്തെ ഒരു ധാർമ്മികതയാകുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നമുള്ളത് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും ചൂണ്ടിക്കാണിച്ച് ഞാൻ യേശുവിനേക്കാളും നല്ല മനുഷ്യനാണെന്ന് പറയും. നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. എല്ലാവരും നിങ്ങൾ നോക്കൂ. കാരണം കാലം മാറുമ്പോൾ ധാർമ്മികത മാറും. ധാർമ്മികതയുടെ ദിവസമല്ല, കാലം മാറുമ്പോൾ ധാർമ്മികത മാറും. ആ ഇന്നത്തെ ധാർമ്മികത തീർച്ചയായിട്ടും പഴയ ധാർമ്മികതകൾ നല്ലതാണ്. ബൈബിളിൽ ഹോമോസെക്ഷൽസിനെ അംഗീകരിച്ചിരുന്നു, ഇന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അവബോധം ഉണ്ടാകുന്നു. നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്ക് വരികയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അത് മാറി മാറി നിങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ധാർമ്മികതയുടെ വക്താക്കളാണ്. നിങ്ങൾ യേശുവിനേക്കാളും നല്ല ആളാണ് തന്നെയാണ്. നിങ്ങളല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ യേശുവിനേക്കാളും നല്ല ധാർമ്മികതയുള്ള ആൾക്കാരാണ്, മൂല്യങ്ങളുള്ള ആൾക്കാരാണ്. ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. എങ്കിൽ പോലും മൂല്യങ്ങൾ ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ കാരണം യേശുവിൻ്റെ കുഴപ്പമല്ല, പണ്ട് ജീവിച്ചിരുന്നവരുടെ കുഴപ്പമല്ല, അന്നത്തെ മൂല്യങ്ങൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അന്ന് മനുഷ്യൻ അത്ര ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ളത് മാത്രമേ അതിൻ്റെ അത് പറയാനുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞു, അന്ന് നായ്ക്കളായിട്ട് മനുഷ്യനെ ഉപയോഗിക്കുന്നു, അത് നോർമലായിരുന്നു. ക്രിസ്തു ചെയ്ത് വലിയൊരു ദോഷമായിട്ടുള്ളൊരു കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. നല്ലവരെന്ന് പറഞ്ഞ് ധാർമ്മിക മൂല്യമുള്ളവരെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. എങ്കിൽ പോലും ആ മൂല്യമുള്ള, അതിനെപ്പറ്റി അറിവുള്ള ആൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചത്. അതിപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഫീൽഡിൽ നമ്മൾ പറയും. ഇപ്പോൾ ഐസക് ന്യൂട്ടനേക്കാളും ഫിസിക്സ് അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാൻ വേണം പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. റിലേറ്റിവിറ്റി തിയറിയെ പറ്റി ഐസക് ന്യൂട്ടൻ ഒന്നും അറിയത്തില്ല, ഇന്നെനിക്കത് അറിയാം. അതറിയാവുന്ന ഐൻസ്റ്റൈൻ അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ഇത് കണ്ടുപിടിച്ചൊന്നുമല്ല. ഐസക് ന്യൂട്ടനേക്കാളും അറിവുള്ള ആളാണ് ഞാനെന്ന് പറയാം. പക്ഷേ ബുദ്ധിയുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല. ഐസക് ന്യൂട്ടനേക്കാളും അറിവുള്ള ആളാണ്. ഇന്ന് ഞാൻ മാത്രമല്ല, ഓരോ ഫിസിക്സ് വിദ്യാർത്ഥി. അത് ശാസ്ത്രത്തിൻ്റെ എല്ലാ ഫീൽഡിലും നമുക്ക് പറയാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. അതിൻ്റെ അത് വലിയ ആ രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ പഴയ നിയമം മുഴുവൻ അത് കഴിഞ്ഞിട്ട് എഴുതിയത് പഴയ നിയമം മുഴുവൻ സ്വീകരിക്കാനുള്ളതല്ല, മുഴുവൻ നിരാകരിക്കാനുള്ളതുമല്ല. ഈ ഡിബേറ്റ് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, അത് നന്ദി എന്താണല്ലോ സ്വീകരിക്കുന്നു. പക്ഷേ പഴയ നിയമം മുഴുവൻ സ്വീകരിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനം ഞാൻ മത്തായി 5:17-18 ഞാൻ വായിച്ചിരുന്നു. പഴയ നിയമം നിരാകരിക്കണം, നിങ്ങൾ ക്രിസ്തുവിനെ തന്നെയാണ് നിരാകരിക്കുന്നത്. അത് മുഴുവൻ സ്വീകരിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. വള്ളിയോ ഉള്ളിയോ മാറ്റരുതെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആ വചനമൊക്കെ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. അപ്പോൾ പഴയ നിയമം സ്വീകരിക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്. നിങ്ങളത് മൊത്തത്തോടെ നിരാകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതി. അവസാനത്തെ ഒരു ചോദ്യമാണ്. അത് അങ്ങനെ ഒരു ചോദ്യമായിട്ട് എടുത്തല്ല, എന്താണല്ലോ ഒരു എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയതുകൊണ്ട് ഒരു ചോദ്യം ഞാൻ മാറ്റി ഇച്ചിരി ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിക്സ് ആണെങ്കിലും എടുക്കാമെന്ന് വെച്ചു. നിരീശ്വരവാദിയായി ഈ കിഴങ്ങൻ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായി വിരമിക്കുന്നതിലും ഭേദം പാളത്തിൽ തലവെച്ച് മരിക്കുന്നതാണ് ഒരു നിലവാരമില്ലാത്ത പ്രഭാഷണം. ഇപ്പം ഇത് കാര്യം പറഞ്ഞാൽ നിലവാരം ഇല്ലാത്തത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഇത് ഞാനതുകൊണ്ടല്ല, ഈ പാളത്തിൽ തലവെച്ച് മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്കൊരു 14 വർഷത്തോടെ സർവീസ് ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് പാളത്തിൽ തലവെച്ച് മരിക്കാനുള്ള താല്പര്യം ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പാളത്തിൽ തലവെച്ചോ അല്ലാതെയോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചെല്ലുമ്പോൾ സ്വർഗ്ഗമൊന്നും എനിക്കില്ല. അതായത് വിശ്വാസം സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇനി പാളത്തിൽ തലവെച്ച് മരിച്ചാൽ അല്ലെങ്കിലും ഇല്ല, വിശ്വാസങ്ങളനുസരിച്ച്. ഇനി അല്ലാതെ മരിച്ചാലും ഇല്ല. കഴിവതും മാക്സിമം ജീവിക്കാൻ നോക്കുക. ജീവിതത്തെക്കാൾ ഒരു ലഹരി ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ യാഥാർത്ഥ്യം അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പഠിക്കും മനസ്സിലാകുന്നത്. അതുകൊണ്ട് പാളത്തിൽ തലവെച്ച് എന്തായാലും മരിക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് പരമാവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയും ഉണ്ടാവും. അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. ഡിബേറ്റുകളും ഇനിയും ഉണ്ടാവും. നന്ദി.